പാലിച്ചുകൊണ്ട് ജലോത്സവം കൃത്യസമയത്ത് അവസാനിപ്പിക്കുവാൻ സാധ്യമാകുന്നത് കൊണ്ടാണ് പറയുന്നത്. വള്ളങ്ങൾ കൂടുതലുണ്ട്, ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നു. പക്ഷേ എനിക്ക് ആങ്സൈറ്റി കൂടുതലേ ഈ സൊസൈറ്റിയിൽ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഉത്സവം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും സമയകൃത്യത പാലിക്കണമെന്ന് വിനീതമായി സംഘാടക സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് എറൗണ്ട് ട്രോഫിക്ക് വേണ്ടിയുള്ള കണ്ടശാങ്കടവ് ജലോത്സവത്തിന്റെ 2011 കാലഘട്ടത്തിൽ ഇതിന്റെ സംഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് 2 കോടി രൂപയോളം ചെലവെഴുതുകൊണ്ട് ജലോത്സവ വള്ളംകളി കാർത്തികേട്ടനുണ്ട്, നമ്മുടെ ജലഘോഷാത്ര ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുകയാണ്. തുഴമടിയിൽ വെക്കുക, തുഴ നെഞ്ചോട് സല്യൂട്ട് കൊടുക്കുക, തുഴ നെഞ്ചോട് ചേർക്കുക, ആർപ്പ് വിളിച്ച് മുകളിലേക്ക് കൊടുക്കുക, വഞ്ചിയിൽ കുത്തുക, പുറത്തേക്ക് തള്ളുക, വീണ്ടും വഞ്ചിയിൽ 52 പോലും നീളമുള്ള ഏതാണ്ട് 52 അങ്കുലം വീതിയുള്ള ഏതാണ്ട് 9 നിലക്കാര് 5 അമരക്കാർ ഉൾപ്പെടെയുള്ള ഏതാണ്ട് 85 പേര് പ്രിയപ്പെട്ട 3 ചുണ്ടന്മാര് ഇങ്ങനെ കണ്ടശാങ്കടവ് ജലോത്സവത്തിന്റെ 1ാമത്തെ ഹിറ്റ്സ് മത്സരത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉന്നത പോലീസ് സേനയുടെ ഉദ്യോഗസ്ഥന്മാർ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. കണ്ടശാങ്കടവ് ജലോത്സവത്തിന്റെ പേരിൽ നമ്മുടെ പ്രിയപ്പെട്ട VK രാജു സാർ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഏതായാലും അവർ വന്ന സമയം കൃത്യമാണ്. നമ്മുടെ ആലപ്പാട് ചുണ്ടനും ജവഹർ തായങ്കരിയും പാലപ്പാടും തമ്മിൽ വളരെ മനോഹരമാക്കിയ ആലപ്പാടനും ജവഹർ തായങ്കരിയും തമ്മിൽ യുദ്ധ സമാനമായ ഒരു മത്സരത്തിന് അവിടെ ശ്രമിക്കുന്നുണ്ട്. ആവേശമുള്ള ഒന്ന് കൈയടിക്ക്, ഒന്ന് ആർപ്പുവിളിക്ക്. എത്ര മനോഹരമാണ് നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള ഒരു നല്ല മത്സരം തന്നെ കാഴ്ചവെച്ചുകൊണ്ട് 2ാം നമ്പർ വള്ളം നമ്മുടെ പ്രിയപ്പെട്ട 2ാം നമ്പർ വള്ളം പായിപ്പാട് ചുണ്ടൻ, ഏതായാലും 11ാം നമ്പർ വള്ളം നമ്മുടെ മനോഹരമായിട്ടുള്ള ജവഹർ തായങ്കരി, ഇവരൊക്കെ നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു പോകുന്നു. എത്ര സുന്ദരമാണല്ലേ ജലരാജാക്കൻ വള്ളങ്ങൾ, വെള്ളയും മഞ്ഞയും ജേഴ്സി അണിഞ്ഞിട്ടുള്ള ആ ജലരാജാക്കന്മാര്, ജലകേസരികള് നല്ലൊരു മത്സരം വെച്ച് കഴിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഹെലിക്യാം ഉൾപ്പെടെ വെച്ചിട്ട് ഇവിടെ കാണിച്ചു തരികയാണ്. ഗരുഡൻ ഇങ്ങനെ കുതിച്ചു പായുന്നത്, ശരവണൻ ഇങ്ങനെ തുഴഞ്ഞു വരുന്നത്, ഇതൊക്കെ അവർ കാണിച്ചു തരുമ്പോൾ നിങ്ങളോട് സമ്മതിക്കാൻ, നിങ്ങളോടൊന്ന് പറയാൻ ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഗരുഡനത നമ്മുടെ പാലത്തിന്റെ അടി വിട്ട് കടന്നു വരുന്നു, കുതിച്ച് പാഞ്ഞ് കടന്നു വരുന്നു. ഇത് കണ്ടോ, എത്ര സുന്ദരമാണ്. ഗരുഡനേക്കാൾ മുന്നിൽ ആ ഹെലിക്യാം എത്ര മനോഹരമായിട്ടാണ് ആ കാഴ്ചയൊക്കെ ഒപ്പിയെടുക്കുന്നത്. എന്റെ ഗരുഡ, എന്തൊരു മത്സരമാണ്. സുബ്രഹ്മണ്യൻ ചേട്ട, ശരവണൻ ചേട്ട, എന്തായാലും തിമ്പയ്യനും ശരവണനും കണ്ണനും സുബ്രഹ്മണ്യൻ ചേട്ടനും പ്രായത്തെ വെല്ലുന്ന കരുത്തും കൈക്കരുത്ത് എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് പ്രതിധ്വനിക്കുന്നത്. ഏതാണ്ട് മനോഹരമായ സുന്ദരമായ ആ ഒരു പോരാട്ട വീര്യം നശിപ്പിച്ചു പറയാതെ എത്ര സുന്ദരമായിട്ട് ശരവണൻ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി.